ചെങ്കോട്ടകത്ത് ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയം 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഒരു പഞ്ചായത്തിലും ലീഡ് ഉയർത്താനാകാതെ രമ്യ ഹരിദാസ്. ചേലക്കര കോട്ടകാത്തതിലൂടെ മുഖം രക്ഷിച്ച ഇടതുപാളയം. സംസ്ഥാനത്ത് ഇടതുമുന്നണി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നതിന്റെ സൂചനയാണ് ചേലക്കരയിലെ വിജയമെന്ന് കെ രാധാകൃഷ്ണൻ MP. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. പരാജയം വരും ദിനങ്ങളിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കും. ചേലക്കരയിൽ ഇടതു തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് അധികമായി ലഭിച്ചത് 4,000-ലധികം വോട്ടുകൾ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. LDF മൂന്നാം സ്ഥാനത്ത്. കുന്നുകുളം പാറമ്പാടത്ത് KSRTC ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ദേശീയപാത ആമ്പലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. എരുമപ്പെട്ടിയിൽ പോലീസ് വാഹനം കാറിലിടിച്ച് അപകടം. മറ്റത്തൂർ പത്തുകുളങ്ങരയിൽ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന പരിഭ്രാന്തി പരത്തി. പട്ടിക്കാട് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വാഴകൃഷി നശിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചെങ്കോട്ടകാത്ത് ചേലക്കര 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഇടതുപക്ഷം തങ്ങളുടെ കോട്ടകാത്തായിരുന്നു മുന്നോട്ടു പോയത്. ഒരു ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മുന്നിലെത്താനായില്ല. PV അൻവറിന്റെ DMKയ്ക്ക് ഒരു ചലനവും ഉണ്ടാക്കാനായില്ല. ലീഡ് നില 11,000 കടന്നപ്പോൾ തന്നെ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ LDF പ്രവർത്തകർ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 64,827 വോട്ടും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് 52,626 വോട്ടും BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് 33,609 വോട്ടുമാണ് ലഭിച്ചത്. ചേലുള്ള ചേലക്കര വീണ്ടും ചെങ്കോട്ടയായതിന്റെ സന്തോഷത്തിലാണ് ഇടതുപക്ഷ ക്യാമ്പ്. ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ആഘോഷമാക്കി മാറ്റി പ്രവർത്തകരും നേതാക്കളും. ചേലുള്ള ചേലക്കരയിൽ ചേലാർന്ന MLA ആയി വീണ്ടും UR പ്രദീപ്. തുടർച്ചയായ 7ാം തവണയും ചേലക്കര ചെമ്പട്ടണിഞ്ഞതിന്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും. കേക്ക് മുറിച്ച് UR പ്രദീപും നേതാക്കളും സന്തോഷം പങ്കുവച്ചു. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വാദ്യമേളക്കൊഴുപ്പിൽ നൃത്തം ചവിട്ടിയും ഇടതുപക്ഷ പ്രവർത്തകർ തങ്ങളുടെ ആഘോഷം കൊഴുപ്പിച്ചു. ചേലക്കരയിൽ ചേലോടെ വീണ്ടും പ്രദീപ് പാട്ടും പാടി ജയിച്ചതിന്റെ ആഘോഷം പാട്ടുപാടി തന്നെ ആഘോഷിക്കുകയാണ് പ്രവർത്തകർ. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാതെ ഈ ചേലക്കരയ്ക്ക് പോരണ്ടാതെ. ചേലക്കരയ്ക്ക് പാട്ടല്ല, ഈ ചേലക്കര വികസനത്തിനാണ് ഈ ചേലക്കര ജനതയുടെ വോട്ടെന്ന് ഇവിടെ ചേലക്കര ജനത ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇവിടെ പ്രദീപേട്ടനാണ് MLA. ഇവിടെ ചുവപ്പേ വിരിയുള്ളൂ, ചുവപ്പ് പൂക്കളാണ് ഇവിടെ ഉള്ളത്. പ്രദീപ് നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട്. സന്തോഷം എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്ര സന്തോഷം. നല്ല ആഘോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചേലക്കര മക്കളാണ്, ചേലുള്ള മക്കളാണ്, ഞങ്ങൾ കയറിയ മുല്ലപ്പന്തൽ പൊടിച്ച് ഏലേല പോലെ അപ്പൊ പാട്ട് നന്നായി പാടി പഠിക്കാം. ഇനി നമുക്ക് വീണ്ടും കാണാം. പക്ഷെ ചേലക്കരയിലേക്ക് വരുന്നത് കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പവരും മണ്ടമ്മമാര് പൊന്നോ, കാതുകുത്താനെപ്പവരും മണ്ടമ്മമാര് പൊന്നോ. ഓ ആ ചേലക്കരയുടെ മനസ്സിന്റെ ആഘോഷത്തിലാണ് ഇപ്പൊ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചേലക്കര വീണ്ടും ചുവന്നപ്പോൾ ചൂടുള്ള പായസവും അതുപോലെ തന്നെ ചുവന്ന ലഡുവുമെല്ലാം വിതരണം ചെയ്താണ് LDF പ്രവർത്തകർ തങ്ങളുടെ വിജയാഘോഷം
ആഘോഷഭരിതമാക്കി മാറ്റിയത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ചേലക്കരയിൽ നിന്ന് ശ്രീകേഷ് വെള്ളാനിക്കര, TCB ന്യൂസ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലീഡ് നിലനിർത്തി LDFന്റെ UR പ്രദീപ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മുന്നിലെത്താനായില്ല. ഇടതിനെ ഇടനെഞ്ചിലേറ്റുന്ന ചേലക്കര UR പ്രദീപിനെ വീണ്ടും നെഞ്ചിലേറ്റിയ കാഴ്ചയായിരുന്നു ചേലക്കരയിലേത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ തന്നെ 79 വോട്ടിന്റെ ലീഡ് പ്രദീപ് നിലനിർത്തി. പിന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ ഒന്നാം റൗണ്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ 1890 വോട്ടിന്റെ ലീഡ് പ്രദീപിനുണ്ടായിരുന്നു. രണ്ടാം റൗണ്ടിൽ ഇത് 3781 വോട്ടായും, മൂന്നാം റൗണ്ടിൽ 5834 വോട്ടായും, നാലാം റൗണ്ടിൽ 7598 വോട്ടായും, അഞ്ചാം റൗണ്ടിൽ 8567 വോട്ടായും ഉയർന്നു. പിന്നെ എല്ലാ ഘട്ടത്തിലും വ്യക്തമായ ലീഡ് പ്രദീപ് നിലനിർത്തി. വോട്ടെണ്ണൽ 8ാം റൗണ്ട് പൂർത്തിയായപ്പോൾ UR പ്രദീപ് 2016 നേടിയ തന്റെ 10200 എന്ന ഭൂരിപക്ഷം മറികടന്ന് 10291 വോട്ടിന്റെ ലീഡിലെത്തി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനാകട്ടെ ഒരു പഞ്ചായത്തിലും മുന്നേറാനായില്ല. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 12201 വോട്ടുകൾക്ക് പ്രദീപിന്റെ മിന്നും വിജയം. നല്ല വിജയം തന്നെ, ജയിലുള്ള വിജയം തന്നെയാണ്. ചേലക്കരയുടെ ജനങ്ങൾ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നത് തെളിവാണല്ലോ ഇത്. ജനങ്ങൾ വെച്ച പ്രതീക്ഷ ഒരിക്കലും മങ്ങാത്ത രീതിയിൽ ഇടപെടലുണ്ടാവും. ചേലക്കരയിലെ ചേലുള്ള വിജയം തന്നെയാണ് UR പ്രദീപിൻ്റേത്. തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്തിയുള്ള ഒരു ഉജ്ജ്വല വിജയം എന്നു തന്നെ പറയേണ്ടി വരും. ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCB ന്യൂസ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി മിറാക്കിൾ ബസ്. ചേലക്കര പൈങ്കുളം പാഞ്ഞാൽ വഴി ദേശമംഗലം വറവട്ടൂർ പോകുന്ന മിറാക്കിൾ എന്ന ബസ്സാണ് സ്പീക്കറിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ യാത്രക്കാരെ അറിയിച്ചത്. ആകാംക്ഷയോടെയാണ് യാത്രക്കാർ ബസ്സിലിരുന്നതെന്നും സൗകര്യമൊരുക്കിയതിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും കണ്ടക്ടർ KP നിശാഖ് പറഞ്ഞു. ഡ്രൈവർ സുരേഷാണ് ഈ സംവിധാനം ബസ്സിലൊരുക്കിയത്. ചേലക്കര മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര, പഴയന്നൂർ, കൊണ്ടാഴി, തിരുവില്ലാമല, എളനാട്, പാഞ്ഞാൾ എന്നിവിടങ്ങളിൽ UR പ്രദീപിന് സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകരാണ് UR പ്രദീപിനെ ഹാരമണിയിക്കുവാൻ വഴിയിൽ കാത്തുനിന്നത്. വിവിധ ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മായന്നൂർ ചിറങ്ങരയിൽ വിജയാഘോഷ പരിപാടികൾ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടും പാട്ടുപാടിയും നൃത്തം ചെയ്തുമാണ് UR പ്രദീപിനെ പ്രവർത്തകർ വരവേറ്റത്. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലായാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നത്. ചേലക്കര കോട്ട കാത്തതിലൂടെ മുഖം രക്ഷിച്ച് ഇടതുപാളയം. ചേലക്കര മണ്ഡലം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനെ മാറ്റാനുള്ള കാരണം വിശദീകരിച്ച് CPM നേതൃത്വം കുഴങ്ങിയേനെ. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മുഖം കാത്തു. സംസ്ഥാന സർക്കാരിനെതിരായുള്ള ജനവിധി എന്നാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF പ്രചരിപ്പിച്ചിരുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ട്രയൽ റണ്ണായും രാഷ്ട്രീയ കേരളം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി. 2021 39,500 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച K രാധാകൃഷ്ണനെ ആലത്തൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഡ് 5173 കുറഞ്ഞിരുന്നു. അപകടം മണത്ത LDF വോട്ട് ചോർച്ച ഉണ്ടായയിടങ്ങളിൽ ശക്തമായ പ്രചരണം നടത്തി. UR പ്രദീപിനെ മണ്ഡലത്തിലുണ്ടായിരുന്ന സ്വാധീനവും ഫലം കണ്ടു. ചേലക്കര മണ്ഡലത്തിലുള്ള സൗമ്യനായ പ്രദീപിനെ ചേലക്കരക്കാർ കൈവിട്ടില്ല. 1965 മുതൽ 2021 വരെ നടന്ന 14 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 തവണ UDFും 8 തവണ LDFുമാണ് ചേലക്കര മണ്ഡലത്തിൽ ജയിച്ചത്. 1996 മുതൽ ഇടതിന്റെ കുത്തക മണ്ഡലമാണ് ചേലക്കര.
ചേലക്കരയിൽ പരാജയപ്പെട്ടാൽ ശക്തമായ പ്രഹരമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇടതുമുന്നണി മുൻനിര നേതാക്കളെ ഇറക്കി പ്രചരണം ശക്തമാക്കി. പ്രചരണത്തിന്റെ അവസാന ദിനങ്ങളിൽ മുഖ്യമന്ത്രിയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിരുന്നു. ചേലക്കരയിൽ കാലിടറിയെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുഖം നഷ്ടപ്പെട്ടേനെ. പാലക്കാടും വയനാടും പോലെയല്ല, ചേലക്കര സിറ്റിംഗ് സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അരയും തലയും മുറക്കിയുള്ള പ്രചരണത്തിനൊടുവിൽ ചേലക്കര ചെങ്കൊടി ചേർത്ത് പിടിച്ചപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ ആശ്വാസവും ആ വിജയത്തിന്റെ തിളക്കവും ഒട്ടും ചെറുതല്ല. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ചേലക്കരയിൽ കള്ളപ്രചരണങ്ങളെല്ലാം അതിജീവിച്ചാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായതെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ചെറുതുരുത്തിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇടതുമുന്നണി 3ാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് ചേലക്കരയിലെ വിജയം തെളിയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ജനാധിപത്യ മുന്നണി 2026 തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമുണ്ടാകും എന്നതിൻ്റെ സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യവും ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം നൽകാൻ വേണ്ടി തയ്യാറായിരിക്കും. ഇത് കാണിക്കുന്നത് കേരളത്തിലെ ചരിത്രം 2021 തിരുത്തി എഴുതിയതാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നമ്മുടെ സംസ്ഥാനത്ത് വരിക, അത് മാറ്റിമറിച്ചുകൊണ്ട് 3 തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും 2026 എന്നതിൻ്റെ സൂചന കൂടിയാണ് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വല വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേലക്കരയിൽ ജനമനസ് ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് വീണ്ടും തെളിയിച്ചുവെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര മണ്ഡലത്തിലെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ വിരുദ്ധതയില്ലെന്നും UR പ്രദീപ് വ്യക്തമാക്കി. ഞങ്ങൾ നടത്തിയ സത്യസന്ധമായ പ്രവർത്തനമാണ് ജനം ഇപ്പോൾ മറുപടി തന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള നുണപ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഒന്നും ചെറുപ്പത്തെ പോലും ചിന്തിക്കാത്ത പോലുള്ള നുണകളും അതുപോലെ തന്നെ വർഗീയപരമായുള്ള ചെയ്തിരിവും വരെ ജനങ്ങളിൽ കുത്തിവയ്ക്കാനുള്ള ഇടപെടൽ നടത്തിയത്. അതെല്ലാം ജനം തള്ളിക്കളഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ പ്രതിനിധികൾ ജയിച്ചു വന്നപ്പോൾ നടത്തിയ പ്രവർത്തനം, സ്ഥാനാർത്ഥികളായി വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് 100% വിശ്വാസമാണ് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറുപടിയാണെന്ന് ജനം കണ്ടത്. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. വരും ദിനങ്ങളിൽ കോൺഗ്രസിലെ പൊട്ടിത്തെറിക്കും ചേലക്കരയിലെ പരാജയം കാരണമാകും. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് UDF പ്രതീക്ഷിച്ചിരുന്നതല്ല. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന ഉറപ്പായിരുന്നു ഇതിനു പിന്നിൽ. കെ രാധാകൃഷ്ണൻ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ UR പ്രദീപ് ഇടതുമുന്നണിക്കായി പ്രചരണം ആരംഭിച്ചു. സ്ഥാനാർത്ഥികളെ ചൊല്ലിയടഞ്ഞ കോൺഗ്രസിൽ ഒടുവിൽ രമ്യ ഹരിദാസിനെ നറുക്കുവീഴുകയായിരുന്നു. ആലത്തൂർ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ രാധാകൃഷ്ണന്റെ ലീഡ് നില കുറയ്ക്കാനായതും രമ്യയെ പരിഗണിക്കാൻ കാരണമായി. എന്നാൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ കല്ലുകടിയുണ്ടായിരുന്നു. രമ്യ ഹരിദാസ് ചേലക്കരയിലോ തൃശൂർ ജില്ലയിലോ താമസിക്കുന്ന വ്യക്തിയല്ല എന്നതായിരുന്നു ഒരു കാരണം. MP ആയിരിക്കെ ചേലക്കര മണ്ഡലത്തിനോട് പ്രതിപത്തി കാട്ടിയിരുന്നില്ല എന്നത് മറ്റൊരു കാരണമായി. മാത്രമല്ല MP ആയിരിക്കെ കോൺഗ്രസ് നേതാക്കളെപ്പോലും അവഗണിച്ചിരുന്നു എന്നതും കാരണമായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. പക്ഷേ ചേലക്കരയുടെ ചെങ്കോട്ടയിൽ UDFന് കാലിടറി. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾക്കും പല വെളിപ്പെടുത്തലുകൾക്കും ചേലക്കരയിലെ പരാജയം വഴിവെച്ചേക്കും. ചേലക്കരയിലെ ഒരു പഞ്ചായത്തിലും ഓളമുണ്ടാക്കാൻ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ന്യൂസ് ഡെസ്ക് TCV. ഇടത് തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ ചേലക്കരയിൽ BJP. തിരുവില്ലാമല സ്വദേശിയായ K ബാലകൃഷ്ണനെ ചേലക്കരയുടെ ബാലേട്ടൻ എന്ന തലക്കെട്ടോടെയാണ് BJP മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിൽ BJPയുടെ കുതിപ്പിന് കടിഞ്ഞാൻ പിടിച്ച ബാലകൃഷ്ണനിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പും BJP പ്രതീക്ഷിച്ചു. അന്തിമഹാകാളൻകാവ് വേലയിലെ വെടിക്കെട്ട് വിഷയവും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും ഉൾപ്പെടെ പ്രചാരണ വിഷയമാക്കി. എന്നാൽ BJPക്ക് വൻ മുന്നേറ്റത്തിനായില്ല. 33,354 വോട്ടുകളാണ് NDAക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് നില മെച്ചപ്പെടുത്താനായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,974 വോട്ടാണ് BJPക്ക് ലഭിച്ചത്. 4,000-ലധികം വോട്ടുകൾ അധികമായി ഇത്തവണ ലഭിച്ചുവെന്ന് BJPക്ക് ആശ്വസിക്കാം. 2021-ൽ 24,045 വോട്ടുകളാണ് മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിരുന്നത്. പാലക്കാടിനെ അപേക്ഷിച്ച് ചേലക്കരയിൽ BJPക്ക് ഈ കണക്കുകളിൽ ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് TCV. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം.
18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുലിന്റെ വിജയം. വോട്ടെണ്ണൽ തുടക്കത്തിൽ NDA സ്ഥാനാർത്ഥി ലീഡ് നിലയിൽ മുന്നേറ്റം കുറിച്ചുവെങ്കിലും നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടുകളിലും ആദ്യ റൌണ്ടിലും BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം റൌണ്ടിൽ UDF ലീഡ് തിരിച്ചുപിടിച്ചു. അഞ്ചാം റൌണ്ടിൽ ലീഡ് നില NDA തിരിച്ചുപിടിച്ചപ്പോൾ ഏഴാം റൌണ്ട് മുതൽ UDF സ്ഥാനാർത്ഥി രാഹുലിന്റെ കുതിപ്പായിരുന്നു. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P. സരീൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് 58,389 വോട്ടും NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് 39,549 വോട്ടും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P. സരന് 37,293 വോട്ടും ലഭിച്ചു. കുന്നുകുളം പാറമ്പാടത്ത് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ചിറ്റാട്ടുകര സ്വദേശിനി പൊന്നരാശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. റോഡിൽ വീണ രാജിയുടെ ദേഹത്തുകൂടി ബസ് കയറിയിറങ്ങുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം നടന്ന ഉടനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം സംഭവിച്ചതറിയാതെ നിർത്താതെ പോയ ബസ്സിലെ ജീവനക്കാരെ പിന്നാലെ എത്തിയ മറ്റു വാഹനയാത്രക്കാരാണ് വിവരമറിയിച്ചത്. ദേശീയപാത അമ്പലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 4 കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അടിപ്പാത നിർമ്മാണം നടക്കുന്ന അമ്പലൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതുമൂലം വാഹനങ്ങൾ വേഗത കുറച്ചാണ് പോയത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ 2 വരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വെള്ളറക്കാട് ദുബായ് റോഡിന് സമീപം ഓട്ടോ ടാക്സിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ മനപ്പടി ചിങ്ങംകാവ് സ്വദേശി കുഞ്ഞുമോൻ, ഓട്ടോ ടാക്സി യാത്രക്കാരായ തൊഴുക്കര തണ്ണീർക്കുട് സ്വദേശികളായ ശശി, ദേവയാനി, അശോകൻ, കോമള എന്നിവർക്കാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ കുഞ്ഞുമോനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസും കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി പള്ളിക്ക് സമീപം പോലീസ് വാഹനം കാറിന് പുറകിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന പോലീസ് വാഹനം മുന്നിൽ സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പോലീസ് വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാറിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. പഴവൂർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ സുനീറാണ് കാർ ഓടിച്ചിരുന്നത്. പെരുമ്പിലാവ് കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പെരുമ്പിലാവ് പരുവക്കുന്ന് സ്വദേശി ഹിലാൽ, കരിക്കാട് സ്വദേശി രാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മറ്റത്തൂർ പത്തുകുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന പരിഭ്രാന്തി പരത്തി. പത്തുകുളങ്ങര കളത്തിങ്കൽ തൊടി സെയ്തലവി, ചെവിടിക്കുന്നൻ, കുഞ്ഞു മുഹമ്മദ് എന്നിവരുടെ വീടുകൾക്ക് സമീപത്താണ് ഒറ്റയാനെത്തിയത്. പറമ്പിലുണ്ടായിരുന്ന വാഴകളും അലങ്കാര മുളയും കാട്ടാന നശിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വനാതിർത്തിയിലെ സോളാർ വേലി തകർത്താണ് ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തകർന്ന സോളാർ വേലി വനംവകുപ്പ് അധികൃതർ പുനഃസ്ഥാപിച്ചു. പട്ടിക്കാട് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വാഴകൃഷി നശിച്ചു. പട്ടിക്കാട് സൈലന്റ് നഗറിൽ മണപ്പുറത്ത് MM വത്സന്റെ വാഴത്തോട്ടമാണ് കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത്. തോട്ടത്തിലെ 350-ലേറെ വാഴകളാണ് കാട്ടുപന്നികൾ കുത്തിമറിച്ചിട്ടത്.
പാവറട്ടി മരുതയൂരിൽ യുവാവിന് കുത്തേറ്റു. അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന കിഴക്കേതിൽ മുഹമ്മദ് ആദിലിനാണ് കുത്തേറ്റത്. പരിക്കേറ്റ മുഹമ്മദ് ആദിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്തു നിന്ന് അവധിക്ക് വന്ന ആദിൽ ഭക്ഷണ വിതരണ ശൃംഖലയുടെ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയാണ്. ജോലിക്കിടെ ചേറ്റുവയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കടയിലെ ഓർഡർ അനുസരിച്ചുള്ള ഭക്ഷണമെടുക്കാൻ ബൈക്കിൽ പോകുന്നതിനിടെ ചക്കംകണ്ടം ഭാഗത്ത് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുകയും ഇതേ ചൊല്ലിയുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. പാവറട്ടി പോലീസ് കേസെടുത്തു. തളിക്കുളത്ത് വീട്ടിൽ നിന്നും 5 പവൻ സ്വർണം മോഷണം പോയ കേസിൽ വീട്ടിലെ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശി ഫൗസിയെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഭരണം പണയം വെച്ച സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO രമേശ്, SI എബിൻ, ഗ്രേഡ് SI റംല, CPO സനില എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കയ്പമംഗലം 3 പീടികയിൽ അടച്ചിട്ട് വീട് കുത്തി തുറന്ന മോഷണം. 3 പീടിക ബീച്ച് റോഡിൽ കാജ കമ്പനിക്ക് സമീപം പറപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഊട്ടുപാത്രങ്ങൾ മോഷണം പോയി. വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഏതാനും നാളുകളായി വീട്ടിൽ ആൾതാമസമില്ല. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് പാത്രങ്ങൾ മോഷ്ടിച്ചിരുന്നു. തൃശൂർ ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് കൈപ്പറമ്പ് ആർട്ടിമിസ് അക്കാദമിയിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആർച്ചറി അസോസിയേഷൻ പ്രസിഡന്റ് CJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം CB കുര്യാക്കോസ്, ആർച്ചറി അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ജോർജ്, ആർച്ചറി അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി MR സന്തോഷ്, ഡോക്ടർ EB ബിനോയ്, കൺവീനർ അബി ജോൺസൺ എന്നിവർ സംസാരിച്ചു. 250ഓളം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച സമാപിക്കും. മലമുകളിലെ വിളക്ക് പോലെ എല്ലാവർക്കും സേവനം ചെയ്യുന്നവരായി മാറാൻ ഓരോരുത്തർക്കും കഴിയണമെന്ന് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പുളി കണ്ണുകാടൻ പറഞ്ഞു. ആളൂരിൽ സംഘടിപ്പിച്ച കത്തോലിക്ക കോൺഗ്രസ് ഇരിങ്ങാലക്കുട രൂപതാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രൂപതാ പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ, കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ പുളി കണ്ണുകാടൻ, ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുകയിൽ, ബെന്നി ആന്റണി, രൂപതാ ജനറൽ സെക്രട്ടറി ഡേവിസ് തുളുവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കൂടെ ആയിരുന്ന മുഖ്യമന്ത്രി പ്രശ്നം ഉന്നയിച്ചപ്പോൾ അത് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അതെങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും എന്ന് പഠിക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പഠനം എന്നുവരെ ആകുമെന്നുള്ളത് മാത്രമേ സംശയം. ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴും പഠനം തീരുമോ എന്നുള്ളത് ആശങ്കാജനകം. മുനമ്പം പ്രശ്നം വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കും. 3 മാസത്തിനുള്ളിൽ പഠനം നടത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ട അന്ന് തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ചേർക്കാൻ പറഞ്ഞു. 3 മാസം കൊണ്ടൊന്നും ഈ പഠനം നടക്കില്ല. ന്യൂനപക്ഷങ്ങളോടുള്ള സർക്കാരിന്റെ ഇടപെടൽ അത് ആനുപാതികമാകണം, തുല്യമാകണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയ കളക്ടർ ഡിസംബർ 31 തീയതിക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരനും എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി. AC മൊയ്തീൻ MLA അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ഗ്രൗണ്ട് നവീകരിക്കുന്നത്. 2 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഗ്രൗണ്ട് ഉപയോഗയോഗ്യമല്ലാത്തതിനാൽ കുട്ടികളുടെ കായിക പരിശീലനം മുടങ്ങിയ സാഹചര്യത്തിലാണ് കളക്ടർ ഗ്രൗണ്ട് സന്ദർശിച്ചത്. കായിക താരങ്ങൾക്ക് പരിശീലനത്തിനാവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളും നൽകാമെന്നും ഭക്ഷണത്തിനാവശ്യമായ സൗകര്യമൊരുക്കാൻ പരിശ്രമിക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പൽ KF സിൻഡ, ഹെഡ്മിസ്ട്രസ് ബീന C ജേക്കബ്, കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ചാവക്കാട് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരാൾ തിരയിൽപ്പെട്ടു. കോയമ്പത്തൂർ ഭാരതി ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി VS ഗോകുലാണ് അപകടത്തിൽപ്പെട്ടത്. 40 പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘമാണ് ചാവക്കാട് ബീച്ചിലെത്തിയത്. സുഹൃത്തുക്കളോടൊത്ത് കടലിൽ കുളിച്ചുകൊണ്ടിരിക്കെ ഗോകുൽ തിരയിൽപ്പെടുകയായിരുന്നു. കൂട്ടുകാർ രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചുവെങ്കിലും ചലനമറ്റിരുന്നു. വിദ്യാർത്ഥി സംഘത്തിലുണ്ടായിരുന്ന മലപ്പുറം എടവണ്ണ സ്വദേശി നിഹാൽ CPR നൽകിയതോടെയാണ് ഗോകുൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച ഗോകുലിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പൈനൂർ മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നീന്തൽ, ഷട്ടിൽ മത്സരങ്ങൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, കോർഡിനേറ്റർ സുബിൻ, ES സിനീഷ്, സുധീർ, റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. KSDA ഉപജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V അനിത ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS സജീവൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിത പാടാരിൽ, PM മോഹൻരാജ്, VK മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. KSDA ഉപജില്ലാ പ്രസിഡന്റായി OS ഷൈനെയും സെക്രട്ടറിയായി PC സിംലയെയും ട്രഷററായി VM റിയാസിനെയും തെരഞ്ഞെടുത്തു. മഹാനായ അശോക ചക്രവർത്തി അങ്ങനെയാണ് ബുദ്ധമതം സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം കലിംഗരാജ്യം മൊത്തം ബുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ ആലപ്പാട് പുള്ള് സർവീസ് സഹകരണ ബാങ്ക് 100ാം വാർഷികാഘോഷം ഞായറാഴ്ച റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാൻ KV ഹരിലാൽ അറിയിച്ചു. ശതാബ്ദി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ മുൻ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും CC മുകുന്ദൻ MLA ആദരിക്കും. ബാങ്ക് സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ KF ജിജോ, ഡയറക്ടർമാരായ അനില അരവിന്ദാക്ഷൻ, EC പവിത്രൻ, CS പുരുഷോത്തമൻ, KB റിച്ചിക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. കോടാലി പഞ്ചായത്ത് മൈതാനിയിൽ ആരംഭിച്ച കായിക മത്സരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ BS നിജിൽ, ഷൈബി സജി, അംഗങ്ങളായ KS സൂരജ്, ലിൻഡോ പള്ളിപ്പറമ്പൽ, ഷൈനി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരളം കണ്ട മികച്ച നവോത്ഥാന പ്രക്രിയയാണ് ഗുരുവായൂർ സത്യാഗ്രഹമെന്നും അതിലൂടെ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സമിതിയുടെ കേളപ്പജി പുരസ്കാരം പത്രാധിപർ PV ചന്ദ്രന് സമ്മാനിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ. സത്യാഗ്രഹ സമിതി ചെയർമാൻ സ്വാമി A ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, കൌൺസിലർ ശോഭ ഹരിനാരായണൻ, സമിതി കൺവീനർ ഷാജു പുതൂർ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നവോത്ഥാന പ്രക്രിയയിൽ അതിന് വലിയ മാറ്റമായി ഗുരുദേവനൊക്കെ കൊണ്ടുവരുമ്പോഴും സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞു, ടാഗോർ അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞു, സ്വാമിജി എ മെൻ ഓഫ് നോ നെഗറ്റീവിസം. അതുപോലെ വിപുലീകരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മുഴുവൻ വാർത്തെടുത്തത് സ്വാമി വിവേകാനന്ദനാണ്. ബ്രിട്ടീഷ് ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും ഒടുവിലായിട്ട് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ ഗോവ ഗവർണറെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ഗസ്റ്റ് ഹൌസ് അസിസ്റ്റന്റ് മാനേജർ സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ജീവനക്കാർ സ്വീകരിച്ചു. കാണിക്ക സമർപ്പിച്ച് തൊഴുതു. ഗവർണറുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ വിളക്കും അന്നദാനവും നടന്നു. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. അന്നദാനമുണ്ടായിരുന്നു. പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി.
ആത്മവിശ്വാസത്തിന്റെ ചുമലിൽ സ്വപ്നങ്ങളേറ്റി പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സൂരജിന് സർക്കാർ പുരസ്കാരം. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂർ സ്വദേശി സൂരജ് അർഹനായി. അരയ്ക്ക് താഴെ തളർന്ന ശരീരത്തെ തളരാത്ത മനസ്സുകൊണ്ട് നയിക്കുന്ന സൂരജ് തളരാത്ത ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങ് സ്വദേശിയായ സൂരജ് 5 സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഭിന്നശേഷിക്കാരടങ്ങുന്ന ഈഗിൾ സ്പെഷ്യലി ഏബിൾഡ് റൈഡേഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഡൽഹി, ലഡാക്ക്, കാർഗിൽ യാത്ര നടത്തി AHCF ഗ്ലോബൽ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് പോലും പലപ്പോഴും അപ്രാപ്യമാകുന്ന കാർഗിൽ റൈഡും സോസില്ല പാസുമൊക്കെ താണ്ടിയാണ് സൂരജും ഭാര്യ സൗമ്യയും അന്ന് ലക്ഷ്യം കണ്ടത്. ശ്രീ PA സൂരജ് തൃശൂർ, കൊടുങ്ങല്ലൂർ, പനങ്ങാട് സ്വദേശി, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള വ്യക്തിയാണ്. ഭിന്നശേഷിക്കാർക്കായി തൊഴിൽ പരിശീലനങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധാലുവാണ്. 2021 ഡൽഹി മുതൽ ഹിമാചൽ പ്രദേശ് വരെ സ്പൈനൽ ഇഞ്ചുറി ബാധിച്ച സൂരജ് ഡ്രൈവിംഗ് പൂർത്തിയാക്കി ഭിന്നശേഷിക്കാർക്ക് ആത്മവിശ്വാസം പകർന്നു. അതേ വർഷം തന്നെ ഡൽഹിയിൽ നിന്ന് കാർഗിൽ വരെ ദുഷ്കരമായ പാതകളിലൂടെ യാത്ര ചെയ്തു. ഒരപകടത്തിൽ നട്ടെല്ലിന് ക്ഷതമേറ്റതിനെ തുടർന്ന് വീൽചെയറിലായ സൂരജ് സ്പൈനൽ കോഡിന് തകരാർ സംഭവിച്ചവർക്ക് തുടർച്ചയായി 25 കിലോമീറ്റർ പോലും മുച്ചക്ര വാഹനം ഓടിക്കാൻ സാധിക്കില്ല എന്ന ഡോക്ടർമാരുടെ വിധിയെഴുത്തിനെയാണ് മാറ്റിമറിച്ചത്. 2012 കൊല്ലത്ത് വെച്ചുണ്ടായ കാറാപകടത്തിലാണ് സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് പ്രവാസിയായ സൂരജിന് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടത്. 2013 കിഴക്കൻ ഡൽഹിയിൽ സ്ഥിരതാമസക്കാരിയായ സൗമ്യയെ വിവാഹം കഴിച്ചു. 2017 മുതൽ പേപ്പർ പേനകൾ, ഫയലുകൾ, കലണ്ടർ തുടങ്ങിയ ഇക്കോ ഫ്രണ്ട്ലി ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5000-ലധികം പേർക്ക് പരിശീലനം നൽകുന്നത് സൂരജാണ്. പുരസ്കാരത്തിന്റെ നിറവിൽ ഡിസംബർ 15 ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാരത് യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് സൂരജ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പറപ്പൂർ സെന്റ് ജോൺ നെബുംസ്യൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. ദിവ്യബലി, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവയ്ക്ക് ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി പുത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട എന്നിവർ സഹകാർമ്മികരായിരുന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ബിൽസൺ പടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. ബഹുമാനപ്പെട്ട സെബി പുത്തൂരച്ചന്റെയും അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ഗോഡ്വിൻ ചെമ്മണ്ടേച്ചന്റെ നേതൃത്വത്തിൽ ഇതാ പ്രദക്ഷിണ പന്തലിലേക്ക് എത്തിച്ചേരുകയാണ്. വിശ്വാസ വിനീതമായി അവരെയും ഓർമ്മിപ്പിക്കുന്നു. തീരദേശപാത നിർമ്മാണത്തിനെന്ന പേരിൽ ചെങ്ങാലൂർ സൂര്യഗ്രാമം പ്രദേശത്ത് നടന്നുവരുന്നത് അനധികൃത മണ്ണെടുപ്പെന്ന് ജിയോളജി വകുപ്പ്. പ്രത്യേക അനുമതിയോടെയാണ് രാത്രിയിൽ മണ്ണെടുക്കുന്നതെന്ന കരാറുകാരുടെ അവകാശവാദം ജിയോളജി വകുപ്പ് അധികൃതർ നിഷേധിച്ചു. സർക്കാർ ഉത്തരവിന്റെ നിബന്ധന 11 പ്രകാരം പ്രത്യേക സാഹചര്യത്തിൽ മണ്ണെടുക്കാൻ അനുമതിയുണ്ടെന്നാണ് കരാറുകാരൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേക സാഹചര്യമില്ലെന്നും ചട്ടപ്രകാരം രാത്രിയിലോ അവധി ദിവസങ്ങളിലോ മണ്ണെടുക്കാൻ അനുമതിയില്ലെന്നും ജിയോളജിസ്റ്റ് പരാതിക്കാരെ അറിയിച്ചു. പ്രദേശത്ത് മണ്ണെടുപ്പ് തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് അധികൃതരുടെ ഇടപെടൽ. ജിയോളജി വകുപ്പ് ചെങ്ങാലൂർ സൂര്യഗ്രാമം പ്രദേശത്ത് മണ്ണെടുക്കാൻ നൽകിയ അനുമതിയാണ് ആരോപണത്തിനിടയാക്കുന്നത്. ദിവസങ്ങളായി രാത്രിയിൽ നടക്കുന്ന മണ്ണെടുപ്പിന് പാരിസ്ഥിതിക പഠനമൊന്നും നടത്താതെയാണ് അനുമതി നൽകിയിരിക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേരത്തെ ആരോപിച്ചിരുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7280 രൂപ, പവന് 58,420 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3273 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ചെങ്കോട്ടകാത്ത് ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയം 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഒരു പഞ്ചായത്തിലും ലീഡ് ഉയർത്താനാകാതെ രമ്യ ഹരിദാസ്. ചേലക്കര കോട്ട കാത്തതിലൂടെ മുഖം രക്ഷിച്ച ഇടതുപാളയം. സംസ്ഥാനത്ത് ഇടതുമുന്നണി 3ാം തവണയും അധികാരത്തിലെത്തുമെന്നതിന്റെ സൂചനയാണ് ചേലക്കരയിലെ വിജയമെന്ന് കെ രാധാകൃഷ്ണൻ MP.
ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. പരാജയം വരും ദിനങ്ങളിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കും. ചേലക്കരയിൽ ഇടതു തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് അധികമായി ലഭിച്ചത് 4000-ലധികം വോട്ടുകൾ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. LDF 3-ാം സ്ഥാനത്ത്. കുന്നുകുളം പാറമ്പാടത്ത് KSRTC ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ദേശീയപാത ആമ്പലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. എരുമപ്പെട്ടിയിൽ പോലീസ് വാഹനം കാറിലിടിച്ച് അപകടം. മറ്റത്തൂർ പത്തുകുളങ്ങരയിൽ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന പരിഭ്രാന്തി പരത്തി. പട്ടിക്കാട് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വാഴകൃഷി നശിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.